നമസ്കാരം, BL സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് ഫാമിലി ആയിട്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രം ടു ഇടുക്കി കുറ്റിക്കാനത്തേക്കാണ്. 2 കാറുകളിലായിട്ടാണ് നമ്മുടെ യാത്ര. ട്രിവാൻഡ്രം ടു കുറ്റിക്കാനം 166 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ പോകുന്ന റൂട്ട് വെഞ്ഞാറുമൂട്, കിളിമാനൂർ, കോന്നി, പത്തനംതിട്ട, റാന്നി, എരുമേലി വഴി കുറ്റിക്കാനം. നമ്മുടെ ഹോം സ്റ്റേയിൽ ഉച്ചയോടെ എത്തിച്ചേർന്നാൽ മതിയെന്നിരിക്കെ വൈകിയാണ് യാത്ര ആരംഭിച്ചത്. അതിനോടകം തന്നെ റോഡിൽ തിരക്ക് വലുതായി വർദ്ധിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 കാറുകളായിട്ടുള്ള യാത്രയാണ്. നമ്മുടെ കാറ് കുറച്ച് മുമ്പിലായി പോയി. അതുകൊണ്ട് തന്നെ ഒരു ചായ കുടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കാത്തു നിൽക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ അവരും എത്തിച്ചേർന്നു. യാത്ര വീണ്ടും തുടരുകയാണ്. താണ്ടുന്ന വഴികളെല്ലാം പ്രകൃതി രമണീയമായിരുന്നു. ഇടയ്ക്ക് നിർത്തി ഫോട്ടോസൊക്കെ എടുക്കും. കാടുമായി ഉപമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെയെല്ലാം. ഇവിടുത്തെ റോഡുകൾ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിലെ യാത്ര ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇതാണ് എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. വലിയമ്പലം എന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ പുറത്തായിട്ട് നമുക്ക് കുറച്ച് അയ്യപ്പന്മാരെ കാണാം. ഇതാണ് എരുമേലി പേട്ടതുള്ളൽ. വലിയമ്പലത്തിലേക്കാണ് ഇവർ പോകുന്നത്. ഇതാണ് കൊച്ചമ്പലം. ഇവിടെ നിന്നാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. തൊട്ടെതിർവശത്താണ് വാവര് പള്ളി. അവിടെ വാവര് സ്വാമിയെ വണങ്ങി അവർ വലിയമ്പലത്തിലോട്ട് പോകും. ആ കാഴ്ചയാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്.
അങ്ങനെ നമ്മൾ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിലെത്തി. നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ചാർലി സിനിമ കണ്ടവരാരും ഈ ഒരു ലൊക്കേഷൻ മറക്കാൻ സാധ്യതയില്ല. ഇതാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. കുറ്റിക്കാനം പോകുന്ന വഴിക്കാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു മുരുകൻ്റെ അമ്പലമുണ്ട്. ഈ വഴി പോകുന്ന എല്ലാ യാത്രക്കാരും ഇവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുമുണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് കുറ്റിക്കാനം ജംഗ്ഷനിലോട്ടാണ്. കുറ്റിക്കാനം ജംഗ്ഷനിൽ നിന്ന് 3.2 കിലോമീറ്ററാണ് പീരിമേഡ് എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് നമ്മുടെ ഹോം സ്റ്റേ. അങ്ങനെ കുറ്റിക്കാനം ജംഗ്ഷൻ എത്തി. ഇവിടെ നിന്ന് 3.2 കിലോമീറ്ററാണ് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക്. ശരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയ ഒരു ക്ലൈമറ്റാണ്. കാരണം നമ്മൾ ഈ പോകുന്ന വഴിക്ക് കാണുന്ന ഈ കാഴ്ചകളെല്ലാം എനിക്ക് തോന്നുന്നില്ല ഒരു വെയിൽ സമയത്താണ് നമുക്ക് വന്നിരുന്നെങ്കിൽ ഇതൊന്നും കാണാൻ നമുക്ക് പറ്റത്തില്ല. ശരിക്കും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ്. നീണ്ട ഒരു 6 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹോം സ്റ്റേയിലേക്ക് എത്തിയിരിക്കുന്നു. ഹോം സ്റ്റേയിലെ വിശേഷങ്ങളുമെല്ലാം അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. താങ്ക് യു.